നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. GST നാളെ നിലവിൽ വരും. പ്രഖ്യാപനം ഇന്ന് അർദ്ധരാത്രി അസാധാരണ പാർലമെന്റ് സമ്മേളനത്തിൽ. ചരിത്രപരമായ ചുവടുമാറ്റത്തിന് സാക്ഷിയാകാൻ പ്രതിപക്ഷമില്ല. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുക്കും. രാജ്യം ഇനി ഒറ്റ വിപണി. സഫലമാകുന്നത് 2.5 പതിറ്റാണ്ടു നീണ്ട സാമ്പത്തിക പരിഷ്കരണ യജ്ഞം. പാൻ കാർഡ്, ആധാർ ബന്ധിപ്പിക്കൽ കാലാവധി നാളെ തീരില്ല. കർണാടക 7324 മദ്യശാലകൾ പൂട്ടി. നടപടി സുപ്രീം കോടതി വിധിയിൽ. മംഗലാപുരം, ബംഗളൂരു, മൈസൂർ നഗരങ്ങളിൽ ഇനി ഹബ്ബുകളും ക്ലബ്ബുകളുമില്ല. മദ്യം വിളമ്പിയ സ്റ്റാർ ഹോട്ടലുകളും പൂട്ടി. മാനന്തവാടി നഗരസഭ CDS ചെയർപേഴ്സൺ മർദ്ദിച്ചതായി പരാതി. കുടുംബശ്രീ അംഗം ജില്ലാ ആശുപത്രിയിൽ. പിണറായി സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുകയാണെന്ന് IC ബാലകൃഷ്ണൻ MLA. തൊഴിലാളികളുടെ കൂലിക്കണക്ക് കേന്ദ്രത്തിന് നൽകിയില്ല. പാടിച്ചിറ വില്ലേജിലെ റീസർവേ അപാകത. CPIM-ഉം കോൺഗ്രസും രംഗത്ത്. ചെമ്പനോടയിലെ സാഹചര്യം ഇവിടെയുമെന്ന് നേതാക്കൾ. ബത്തേരി നഗരസഭയിൽ ഡ്രെയിനേജിന്റെ പാർശ്വഭിത്തി തകർന്ന സംഭവം. നിർമ്മാണത്തിൽ അഴിമതി. അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. വിശദമായ വാർത്തകളിലേക്ക്. ചരക്കുകൾക്കും സേവനങ്ങൾക്കും രാജ്യമൊട്ടാകെ ഒറ്റ നികുതി ഘടന നാളെ നിലവിൽ വരും. ചരക്കു സേവന നികുതി ഘടനയിലേക്കുള്ള മാറ്റം ഇന്ന് അർദ്ധരാത്രി ചേരുന്ന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കും. ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്ത നികുതി എന്ന സ്ഥിതി ഇതോടെ മാറും. ഇനി രാജ്യം ഒറ്റ വിപണിയാകും. യാഥാർത്ഥ്യമാകുന്നത് രാജ്യത്തിന്റെ 2.5 പതിറ്റാണ്ടു നീണ്ട സാമ്പത്തിക പരിഷ്കരണ യജ്ഞം. GST നടപ്പാക്കുന്നത് 122ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ചരക്കു സേവന നികുതി ബിൽ 2014 ഡിസംബർ 19 ലോക്സഭയിൽ ആദ്യം അവതരിപ്പിച്ചു. 2016 ഓഗസ്റ്റ് 3 ഭേദഗതികളോടെ രാജ്യസഭ ബിൽ പാസാക്കി. 2016 ഓഗസ്റ്റ് 8 ഭേദഗതി ലോക്സഭ അംഗീകരിച്ചു. ഇന്ന് അർദ്ധരാത്രി ഇന്ത്യക്ക് ചരിത്ര മുഹൂർത്തമാണ്. ഇന്ത്യൻ വിപണി ഒരു പുതിയ നികുതി യുഗത്തിലേക്ക് പ്രവേശിക്കുന്നു. വൈവിധ്യമാർന്ന ഫെഡറൽ വ്യവസ്ഥ നിലനിൽക്കുന്ന ഇന്ത്യ ഒറ്റ വിപണിയായി മാറുകയെന്നത് ധീരമായ പരീക്ഷണമായാണ് ലോകം ഉറ്റുനോക്കുന്നത്. രാജ്യത്തെ വാണിജ്യ വ്യവസായ സമൂഹവും സംസ്ഥാനങ്ങളും GST കൗൺസിലും ഒരുമിച്ച് നടത്തിയ പ്രവർത്തനമാണ് ഇതിലേക്ക് നയിച്ചത്. ചരക്ക് സേവന നികുതി നിയമം നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കേന്ദ്രം നികത്തുമെന്നാണ് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളത്. ഇത് കേരളത്തിന്റെ വാർഷിക സാമ്പത്തിക വളർച്ച 14%. നിലവിൽ ഇത് 10%. സേവന മേഖലകളിൽ ഇതുവരെ കേന്ദ്രം മാത്രം പിരിച്ചിരുന്ന നികുതിയുടെ പങ്കും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കും. വാറ്റ് ഉൾപ്പെടെ നിലവിലെ 27 പരം നികുതികൾക്ക് പകരമാണ് ചരക്ക് സേവന നികുതി. ചെക്ക് പോസ്റ്റുകളുടെ നൂലാമാലകൾ ഇല്ലാതെയാകും. ഇലക്ട്രോണിക് വേ ബിൽ സമ്പ്രദായം നിലവിൽ വരും. ഇത് വാണിജ്യത്തിന്റെ വേഗം വർദ്ധിപ്പിക്കും. 5% മുതൽ 28% വരെയാണ് വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും GST പ്രഖ്യാപിച്ചിരിക്കുന്നത്. പല ഉൽപ്പന്നങ്ങൾക്കും പരമാവധി വിൽപ്പന നികുതി കുറയേണ്ടതാണെങ്കിലും വിപണികളെ നിയന്ത്രിക്കുന്ന കുത്തക ശക്തികൾ സ്വന്തം ലാഭം നഷ്ടപ്പെടാതിരിക്കാൻ കുറുക്കുവഴികൾ കണ്ടുപിടിക്കുമെന്നതിനാൽ നികുതി കുറയുന്നതിൻ്റെ ആനുകൂല്യങ്ങൾ ഉപഭോക്താവിന് കിട്ടാൻ ഞെരുക്കമായിരിക്കും. കുത്തകവൽകൃത കമ്പോളമാണ് നമ്മുടേത് എന്നതാണ് ഇതിന് കാരണം. എന്തായാലും നികുതി വെട്ടിപ്പ്, നികുതി ചോർച്ച എന്നിവ GST കുറയ്ക്കുമെന്നുറപ്പാണ്. നികുതി ഘടന കുറെ കൂടി സുതാര്യമാകും. പ്രത്യക്ഷ നികുതിയുടെയും പരോക്ഷ നികുതിയുടെയും വ്യാപ്തി കൂടുമെന്നതും നികുതി വരുമാനം വർദ്ധിക്കുമെന്നതും GSTയുടെ പ്രത്യേകതയാണ്. ആവശ്യ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെയാണ് GST പ്രഖ്യാപിക്കുന്നതെങ്കിൽ നോട്ട് നിരോധനം പോലെ ഇതും ഒരു സാമ്പത്തിക ദുരന്തമാകാൻ സാധ്യത ഏറെയാണ്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. വിപണിയിലെ ചരിത്രപരമായ ചുവടുമാറ്റത്തിന് സാക്ഷിയാകാൻ പ്രതിപക്ഷമില്ല. GST പ്രഖ്യാപിക്കാൻ ഇന്ന് രാത്രി 11 മണിക്ക് ചേരുന്ന 1 മണിക്കൂർ വിശേഷാൽ പാർലമെന്റ് സമ്മേളനം പ്രതിപക്ഷം ബഹിഷ്കരിക്കും. സമ്മേളനം ബഹിഷ്കരിക്കുമെന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIM അംഗങ്ങൾക്ക് പ്രത്യേകമായി വിപ്പ് നൽകിയിട്ടില്ല. രാഷ്ട്രപതി പ്രണബ് മുഖർജി GST സമ്മേളനത്തിൽ പങ്കെടുക്കും. 24 വർഷം മുമ്പ് ഉയർന്നു വന്ന ഏകീകൃത നികുതി എന്ന ആശയമാണ് 122ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ന് അർദ്ധരാത്രി രാജ്യത്ത് നടപ്പാകുന്നത്. ചരക്ക് സേവന നികുതി സമ്പ്രദായത്തിൽ വില വ്യാപകമായി കുറയുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. GSTയിൽ അരിയടക്കം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് നികുതിയില്ല. എന്നാൽ പാക്ക് ചെയ്ത അരിയടക്കം ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഉണ്ടാകും. 5, 12, 18, 28 എന്നിങ്ങനെയാണ് GSTയിൽ നികുതി ഘടന. GST ഉദ്ഘാടന ചടങ്ങിന് എല്ലാ പാർട്ടികളും പിന്തുണ നൽകണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. DMK, CPI, CPIM, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ് കക്ഷികളാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. GST നടപ്പാക്കുന്നത് 6 മാസത്തേക്ക് മാറ്റിവെക്കണമെന്നാണ് മമതാ ബാനർജിയുടെ ആവശ്യം. ചടങ്ങിൽ പങ്കെടുക്കണമോ എന്ന് CPIM MPമാർക്ക് സ്വന്തം നിലയിൽ തീരുമാനം എടുക്കാമെന്നാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത്. യെച്ചൂരി പങ്കെടുക്കില്ല.
സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും മുൻ ധനമന്ത്രി KM മാണിയും ചടങ്ങിൽ പങ്കെടുക്കും. GST കൗൺസിലിന്റെ മുൻ അധ്യക്ഷൻ എന്ന നിലയിൽ മാണിക്ക് പ്രത്യേക ക്ഷണമുണ്ട്. GST നിലവിൽ വരുമ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കാൻ കമ്പനികൾ തയ്യാറായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ജൂലൈ 1 മുമ്പ് ആധാർ പാൻ കാർഡുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ പാൻ കാർഡ് അസാധുവാകുമെന്ന് പ്രചാരണം ശരിയല്ലെന്ന് ആദായനികുതി വകുപ്പ് വ്യക്തമാക്കി. ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിന് ജൂലൈ 1 മുമ്പ് ആധാർ പാനുമായി ബന്ധിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ആധാറുമായി പാൻ ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഭാവിയിൽ പാൻ കാർഡ് അസാധുവായേക്കുമെന്ന് സൂചന. ജൂലൈ 1 ശേഷം പാൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് ആധാർ നിർബന്ധമാണ്. ആധാർ പാൻ ബന്ധിപ്പിക്കൽ സമയപരിധി ജൂലൈ 1 അവസാനിക്കുകയാണെന്ന ആശങ്ക പരന്നിട്ടുണ്ട്. ഇതേ തുടർന്ന് പാൻ ആധാറുമായി ബന്ധിപ്പിക്കാൻ ജനങ്ങൾ നെട്ടോട്ടത്തിലാണ്. ആധാറിലെയും പാൻ കാർഡിലെയും പേരിലെയും മറ്റും വ്യത്യാസങ്ങൾ ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് പലർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. ജനന തീയതിയിൽ തെറ്റുണ്ടെങ്കിലും പ്രശ്നമാണ്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. കർണാടകയിൽ 7324 മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടി. അടച്ചുപൂട്ടിയത് സംസ്ഥാന പാതയോരത്ത് കാലാവധി കഴിഞ്ഞ മദ്യശാലകൾ. സുപ്രീംകോടതി വിധിയെ തുടർന്നാണ് നടപടി. വയനാട് അതിർത്തിയിലെ ബാവലിയിലും കുട്ടത്തും ഇനി ഓരോ മദ്യശാലകൾ മാത്രം. ഗുണ്ടൽപേട്ടയിലും ഷാപ്പ് അടച്ചു. മംഗലാപുരം, മൈസൂർ, ബംഗളൂരു നഗരങ്ങളിൽ ബാറുകൾ, ക്ലബ്ബുകൾ, സ്റ്റാർ ഹോട്ടലുകൾ, ഹബ്ബുകൾ എന്നിവയും കർണാടക എക്സൈസ് സീൽ ചെയ്തു. മാനന്തവാടിയിലും കൽപ്പറ്റയിലും ബാർ ലൈസൻസ് സംബന്ധിച്ച് കേരള എക്സൈസ് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. വയനാട് അതിർത്തിയിലെ കുട്ട, ഗുണ്ടൽപേട്ട, കണ്ണൂർ അതിർത്തിയിലെ ഇരിട്ടി, കൂട്ടുപുഴ, മടിക്കേരി, മംഗലാപുരം, മൈസൂർ, ബാംഗ്ലൂരു നഗരങ്ങളിലെ ബാറുകൾ, ക്ലബ്ബുകൾ, സ്റ്റാർ ഹോട്ടൽ, ഹബ്ബുകൾ എന്നിവയുടെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് പൂട്ടിയത്. കർണാടകത്തിൽ ലൈസൻസ് അനുവദിക്കുന്നത് ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഹൈവേയിൽ നിന്ന് 500 മീറ്റർ പരിധി നിശ്ചയിച്ചത് ബാറുടമകൾക്ക് തിരിച്ചടിയായി. പൂട്ടിയതിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള 382 ഷാപ്പുകളും ഉൾപ്പെടുന്നു. കർണാടകയിൽ ലൈസൻസ് പുതുക്കി കിട്ടുന്നത് 943 മദ്യഷാപ്പുകൾക്ക് മാത്രമാണ്. ഗ്രാമീണ മേഖലയിലെ പാതയോരങ്ങളിൽ ലൈസൻസ് പുതുതായി അനുവദിക്കില്ല. പൂട്ടിയ ബാറുകളും ഷാപ്പുകളും ബിയർ വൈൻ പാർലറുകളും ഹബ്ബുകളും രാത്രിയോടെ എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി സീൽ ചെയ്തു. കർണാടകത്തിലെ ഭൂരിഭാഗം റോഡുകളും ദേശീയ സംസ്ഥാന പാതകളാണ്. ഇത് അതേപടി നിലനിർത്താൻ കർണാടക സർക്കാർ തീരുമാനിച്ചു. മദ്യവ്യാപാരികൾ കോടതിയെ സമീപിച്ചെങ്കിലും ഇവരുടെ ഹർജികൾ തള്ളി. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. മാനന്തവാടി നഗരസഭ CDS ചെയർപേഴ്സൺ മർദ്ദിച്ചതായി പരാതി. കല്ലുമുട്ടംകുന്ന് ഡിവിഷനിലെ കുടുംബശ്രീ അംഗം ബിൻസി ജില്ലാ ആശുപത്രിയിൽ. JLG ലോൺ ആവശ്യത്തിനായി നഗരസഭയിലെത്തിയ ബിൻസിയോട് CDS ചെയർപേഴ്സൺ അപമര്യാദയായി പെരുമാറിയെന്നും മർദ്ദിച്ചുവെന്നുമാണ് പരാതി. JLG ലോണുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പിടുന്നതിന് പലതവണ നഗരസഭയിലെത്തിയിട്ടും CDS ചെയർപേഴ്സൺ ഓരോ കാരണം പറഞ്ഞ് ഒഴുകിയായിരുന്നുവെന്നും താനടക്കം 4ഓളം പ്രവർത്തകർ ഓഫീസിലെത്തിയപ്പോൾ ചെയർപേഴ്സൺ ഒപ്പിടാതെ എഴുന്നേറ്റ് പോകുകയുമാണ് ചെയ്തത്. പിന്നീട് ഏറെ നേരം കഴിഞ്ഞ് വരികയായിരുന്നുവെന്നാണ് ബിൻസി പറയുന്നത്. എന്നാൽ നഗരസഭയുടെ ടൗൺ ശുചീകരണമായതിനാൽ ഇവരുടെ ആവശ്യത്തിനായി 3 മണിയോടെ ഓഫീസിലെത്തിയപ്പോൾ 5ഓളം വരുന്ന കുടുംബശ്രീ പ്രവർത്തകർ തന്റെ ഓഫീസ് പൂട്ടിയിടുകയും തന്നെ മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് ജില്ലാശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന CDS ചെയർപേഴ്സൺ പുഷ്പ മാത്യു പറഞ്ഞു. അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് വരുമ്പോൾ ഓഫീസിൻ്റെ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഇവരെന്നെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പറ്റില്ല, അങ്ങനെ കയറാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ 2 ദിവസം ഇവിടെ വരുന്നു, നിങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് ഇത് ചെയ്ത് തന്നില്ല, സൈൻ ചെയ്ത് തന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഡോർ അടച്ച് വെക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഡോർ തുറന്നപ്പോൾ ഇവരെന്നെ തള്ളിയപ്പോൾ ഞാൻ നോട്ടീസ് ബോർഡ് ഉണ്ടായിരുന്നു അവിടെ തട്ടിയിട്ട് ഞാൻ മുട്ട് തട്ടി താഴെ വീണ് കാലിൻ്റെ മുട്ടിനും ചെസ്റ്റിനും ഒക്കെയാണ് പരിക്ക് വന്നത്. വയനാട് ന്യൂസ്, മാനന്തവാടി. ബത്തേരി മാനന്തവാടി റൂട്ടിൽ 2ാം ദിവസമായ ഇന്നും സ്വകാര്യ ബസ് തൊഴിലാളികൾ പണിമുടക്ക് തുടർന്നു. ബസ് ജീവനക്കാരെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് തൊഴിലാളികൾ. സമരം ട്രേഡ് യൂണിയനുകൾ അറിയാതെയെന്ന് ബസ് ഉടമകൾ. മാനന്തവാടി ബത്തേരി റൂട്ടിൽ മുന്നറിയിപ്പില്ലാതെ ഒരു വിഭാഗം തൊഴിലാളികൾ നടത്തുന്ന സമരം 2ാം ദിവസമായ ഇന്നും തുടർന്നു. മധ്യസ്ഥ ചർച്ചകളിൽ തീരുമാനം ഉണ്ടായില്ല. പനമരത്തുവെച്ച് സ്വകാര്യ ബസ് ജീവനക്കാരനെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കാതെ ജോലിക്ക് കയറില്ലെന്ന നിലപാടിലാണ് പണിമുടക്കിയ ബസ് തൊഴിലാളികൾ. ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത സമരം അല്ലാത്തതുകൊണ്ട് സമരം ഒത്തുതീർക്കാൻ ഇതുവരെ തൊഴിലാളി യൂണിയനുകൾ ഇടപെട്ടിട്ടില്ല. ബസ് ഉടമകൾ സമരത്തെ അനുകൂലിക്കുന്നില്ല എന്നാണ് സൂചന. അതിനിടെ തിരക്കേറിയ മാനന്തവാടി ബത്തേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതമായി പണിമുടക്കിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. KSRTC ഇന്നും ഏതാനും അധിക സർവീസുകൾ നടത്തിയത് ആശ്വാസമായി. പെരുമാറ്റ ദൂഷ്യം കൊണ്ടോ മറ്റുവിധത്തിലോ ബസ് ജീവനക്കാരും മറ്റുള്ളവരുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പെർമിറ്റ് പ്രകാരം സർവീസ് നടത്താതെ റൂട്ടിൽ യാത്രാക്ലേശമുണ്ടാക്കുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കാൻ RTO നടപടി സ്വീകരിക്കണമെന്ന് യാത്രക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടു. റൂട്ടിൽ സമ്മർദ്ദവും സംഘർഷവും ഉണ്ടാക്കി KSRTC സർവീസുകൾ മുടക്കാനുള്ള തന്ത്രമാണ് ഒരു റൂട്ടിൽ മാത്രം നടക്കുന്ന സമരമെന്നും സംഘടനകൾ ആരോപിച്ചു. മിന്നൽ സമരം കഴിഞ്ഞ് സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയാൽ തടയാനുള്ള നീക്കം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്.
ന്യൂസ് ടീം, വയനാട് ന്യൂസ്. പിണറായി സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുകയാണെന്ന് IC ബാലകൃഷ്ണൻ MLA. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിയുടെ കണക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകാത്തതുകൊണ്ടാണ് കേന്ദ്രവിഹിതം കേരളത്തിന് കിട്ടാത്തതെന്ന് MLA പറഞ്ഞു. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു IC ബാലകൃഷ്ണൻ. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിയുടെ കണക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകാത്തതാണ് കേന്ദ്രവിഹിതം കേരളത്തിന് ലഭിക്കാത്തത്. 18 കോടിയോളം രൂപ വയനാട്ടിലെ തൊഴിലാളികൾക്ക് ലഭിക്കാനുണ്ട് എന്നും കഴിഞ്ഞ ഒരു വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണം സർവ്വമേഖലയിലും പരാജയം മാത്രമാണെന്നും ജനകീയ മുഖം നഷ്ടപ്പെട്ട പിണറായി സർക്കാർ കൊലപാതക രാഷ്ട്രീയവും ഗുണ്ടാ രാഷ്ട്രീയവുമാണ് കേരളത്തിൽ നടപ്പാക്കുന്നതെന്നും IC ബാലകൃഷ്ണൻ പറഞ്ഞു. പ്രതിപക്ഷം കേന്ദ്ര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് കേരളത്തിലെ കണക്ക് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന. ഈ ഗവൺമെന്റ് നടപ്പാക്കുന്നത് എന്താണ്? കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ എടുത്ത് പരിശോധിക്കുമ്പോൾ കൊലപാതകവും ഗുണ്ടാ രാഷ്ട്രീയവുമാണ്. ആ ഗുണ്ടാ രാഷ്ട്രീയവും കൊലപാതകവും കണ്ട് പിന്മാറാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയില്ല. നിരവധി ചോരച്ചാലകൾ നീന്തിക്കേറി ഈ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. തലപ്പുഴ വാളാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ തലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് പാറക്കൽ ജോസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം A. പ്രഭാകരൻ മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് AKND മൊയ്തൂട്ടി, ജോസ് കൈനിക്കുന്നേൽ, ബീബനചന്ദ്രൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. വയനാട് ന്യൂസ്, മാനന്തവാടി. 6 മാസമായി കൂലി നൽകാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ NREGA വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അമ്പലവയൽ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ചും ധർണയും നടത്തി. NREGA വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ബീന വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിശാല മോഹനൻ, K. ഷമീർ, A. രാജൻ, PK ശിവദാസൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ സമരം ചെയ്യാൻ വേണ്ടി സംഘടനയെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കഴിഞ്ഞ നവംബർ മാസം മുതൽ തൊഴിലാളികൾ എടുത്തിട്ടുള്ള ജോലിയുടെ കൂലി ഇതുവരെ വിതരണം ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കടമാൻതോട് പദ്ധതി നിലവിൽ ഗവൺമെന്റിന്റെ പരിഗണനയിൽ ഇല്ലെന്നും ഇല്ലാത്ത പദ്ധതിയുടെ പേരിൽ വിവാദമുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും CPIM പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി. LDFനും CPIMനുമെതിരെ അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും ഏരിയ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കടമാൻതോട് പദ്ധതിയുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന ആക്ഷൻ കമ്മിറ്റിയുമായി CPIMന് ഒരു ബന്ധവുമില്ലെന്നും വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ജനാഭിപ്രായം പരിഗണിച്ചു മാത്രമേ കടമാൻതോട് പദ്ധതിയെ CPIM പിന്തുണയ്ക്കൂ. വരൾച്ച ലഘൂകരണത്തിന് നിലവിൽ നടപ്പാക്കുന്ന 2 പദ്ധതികളെ ഏരിയ കമ്മിറ്റി യോഗം പിന്തുണയ്ക്കും. അനിൽ C. കുമാർ അധ്യക്ഷനായിരുന്നു. PM മുഹമ്മദ്, CK ശശീന്ദ്രൻ MLA, PS ജനാർദ്ദനൻ, രുക്മിണി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. പാടിച്ചിറ വില്ലേജിലെ റീസർവേ അപാകതകൾ 2 വർഷമായിട്ടും പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കർഷക സംഘം പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി. റീസർവേ അപാകതകൾ സംബന്ധിച്ച് പാടിച്ചിറ വില്ലേജ് ഓഫീസിൽ പരാതികളുടെ പ്രളയമാണ്. കൈക്കൂലി കൊടുക്കുന്നവരുടെ പരാതികൾ മാത്രം പരിഹരിച്ചു കൊടുക്കുന്നു എന്ന ആക്ഷേപം വ്യാപകമാണ്. ഉദ്യോഗസ്ഥരുടെ ക്ലറിക്കൽ വീഴ്ചകൾ കൊണ്ടുണ്ടാകുന്ന പിഴവുകൾക്ക് കർഷകർ ദുരിതമനുഭവിക്കേണ്ട സ്ഥിതിയാണെന്ന് കർഷക സംഘം കുറ്റപ്പെടുത്തി. റീസർവേ അപാകതകൾക്കെതിരെ നിരവധി സമരങ്ങൾ നടന്നെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ല. പ്രശ്നപരിഹാരത്തിന് റവന്യൂ അധികൃതരുടെ ഇടപെടൽ അനിവാര്യമാണ്. ഉപരോധമടക്കം പ്രക്ഷോഭ പരിപാടികൾ നടത്താൻ P. ഗഗാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. K. ശശാങ്കൻ, PK മാധവൻ, PS രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പാടിച്ചിറ വില്ലേജിൽ റീസർവേയുമായി ബന്ധപ്പെട്ട് കർഷകർ അനുഭവിക്കുന്ന പരാതികളും ബുദ്ധിമുട്ടുകളും ഉടൻ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് മുള്ളൻകൊല്ലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. 40 വർഷമായി ജനാധിപത്യപരമായി പ്രവർത്തിച്ചുവരുന്ന മാനന്തവാടി മെർച്ചന്റ്സ് അസോസിയേഷനെ സംഘടനയുമായി ബന്ധമില്ലാത്ത ചിലർ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 4 വർഷം മുമ്പ് അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തയാളാണ് കഴിഞ്ഞ ദിവസം കുഴപ്പങ്ങളുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഉസ്മാൻ, ജനറൽ സെക്രട്ടറി PV മഹേഷ്, വൈസ് പ്രസിഡന്റ് MV സുരേന്ദ്രൻ, സെക്രട്ടറിമാരായ NV അനിൽകുമാർ, K. ഷാനു എന്നിവർ പങ്കെടുത്തു. സംഘടനയെ തകർക്കുന്നതിന് വേണ്ടി നമ്മുടെ സംഘടന അംഗങ്ങളല്ലാത്ത കുറെ ആളുകൾ, അത് ആരൊക്കെ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഈ വീഡിയോ നമ്മുടെ കൈവശമുണ്ട്. നമ്മുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് എൻ്റെ മുമ്പിലുണ്ട്. ഇതാണ് മെമ്പർഷിപ്പ്. ഇത് 1007 മെമ്പർഷിപ്പ്, ജില്ലാ കമ്മിറ്റി അംഗീകരിച്ച മെമ്പർഷിപ്പ്, പാസ്സാക്കിയ മെമ്പർഷിപ്പ്. ഈ മെമ്പർഷിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ മെമ്പർഷിപ്പിലുള്ള ആളുകളെ അല്ല, ഈ മെമ്പർഷിപ്പിലുള്ള 10-12 ആളുകൾ മാത്രമേ ഉള്ളൂ ഈ അനുഭവപ്പെട്ടത്. ബാക്കി മുഴുവൻ ആളുകൾ പുറത്തു നിന്നുള്ളവരാണ്. ഒന്ന് മറ്റ് ചില സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെ ആണ് കൂട്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സമൂഹം അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ വാർത്താ സമ്മേളനം നടത്തുന്നത്. മാനന്തവാടി മർച്ചന്റ് അസോസിയേഷൻ അംഗങ്ങളെ അല്ല, നമ്മുടെ യോഗങ്ങളിൽ വരാറില്ല, ഞങ്ങൾക്ക് പരസ്യങ്ങൾ വരാറില്ല, ഞങ്ങൾ യാതൊരു ബന്ധവും.
വയൽ നിരപ്പിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ചെക്ക് ഡാം ഉപയോഗശൂന്യമായി. ചീർപ്പുകൾക്കിടയിലെ ജലച്ചോർച്ചയും ചെക്ക് ഡാമിനെ കർഷകർക്ക് ഉപയോഗമില്ലാത്തതാക്കി. നെന്മേനി വെണ്ടോൽ പാടശേഖരത്തിൽ ജലം ലഭ്യമാക്കുന്നതിന് 30 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ചെമ്പകക്കുണ്ട് ചെക്ക് ഡാമാണ് നോക്കുകുത്തിയായത്. 2013-14 ഹിൽ ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ചെക്ക് ഡാമിന് 30 ലക്ഷം രൂപ അനുവദിച്ചത്. ഇതുവരെ ഈ ചെക്ക് ഡാം കൊണ്ട് കർഷകർക്ക് ഗുണമുണ്ടായിട്ടില്ല. നിർമ്മാണത്തിലെ അപാകതയാണിതിന് കാരണം. വയൽ നിരപ്പോളം ഉയരം മാത്രമേ ചെക്ക് ഡാമിനുള്ളൂ. ചീർപ്പുകൾക്കിടയിലൂടെ ഉള്ള വെള്ളം ചോർന്നു പോവുകയും ചെയ്യുന്നു. ചെക്ക് ഡാം കൊണ്ട് ഉദ്ദേശിച്ച പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. വെണ്ടോലിലെ 150 ഏക്കറോളം നെൽപ്പാടങ്ങളിൽ കൃഷി സാധ്യമാക്കുന്നതിന് നിർമ്മിച്ച ചെക്ക് ഡാമാണ് പാഴായി കിടക്കുന്നത്. ചെക്ക് ഡാം നിർമ്മാണത്തിനിടെ ഡാമിന്റെ വശങ്ങളിൽ നിക്ഷേപിച്ച മണ്ണ് പോലും മാറ്റാതെയാണ് കരാറുകാരൻ ബിൽ മാറി തുക കൈപ്പറ്റിയതെന്ന് പറയുന്നു. നെൽകൃഷി പുനരുദ്ധാരണത്തിന് നടപ്പാക്കിയ പദ്ധതിയുടെ പേരിൽ മുടക്കിയ തുക ബന്ധപ്പെട്ടവരുടെ അനാസ്ഥ കാരണം പാഴിലായിരിക്കുകയാണ്. ചെക്ക് ഡാമിന്റെ കുറവുകൾ പരിഹരിച്ച് ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് നെൽകൃഷി പുനരുദ്ധാരണത്തിന്റെ പേരിൽ കരാറുകാരും ഒത്താശക്കാരായ ഉദ്യോഗസ്ഥരും ചേർന്ന് ദുർവ്യയം ചെയ്തിരിക്കുന്നത്. ഈ ചെക്ക് ഡാം പണിയുന്ന നിമിത്തം ഞങ്ങൾ പറഞ്ഞു ഇവിടെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു ചെക്ക് ഡാം ഉണ്ടായിട്ട് ഇത് പൊട്ടിപ്പോയതാണ്, അതുകൊണ്ട് നിങ്ങൾ പണിയണം, മര്യാദക്ക് പണിയണം എന്നൊക്കെ പറഞ്ഞു. അതുകൂടാതെ തന്നെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഉപകാരമൊന്നും കിട്ടിയില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതിന് വയൽപ്പണി ഉള്ള സമയത്ത് ഞങ്ങൾ പ്ലാസ്റ്റിക് പൂട്ട് ചെയ്യുക, പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് ചെയ്തിട്ട് വേണം, പല കെട്ടിട്ട് വേണം ചെയ്യണമെങ്കിൽ. AP ഷാജി, വയനാട് ന്യൂസ്, ചിരാട്. കുടിവെള്ളത്തിനായി കുഴൽക്കിണർ കുഴിക്കാൻ സ്ഥലം വിട്ടു നൽകിയ വീട്ടമ്മയെയും കുടുംബത്തെയും അയൽവാസികൾ ദ്രോഹിക്കുന്നതായി മുട്ടിൽ പോത്തുകെട്ടി വീട്ടിൽ സജിനയും മകളും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതു സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. 15 വർഷം മുമ്പ് കിണറിനായി സ്ഥലം വിട്ടു നൽകിയതാണ്. 9 വീട്ടുകാർ ഈ കിണറ്റിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത്. വീടിന്റെ മതിൽ പൊളിക്കണമെന്നാണ് ഇപ്പോൾ അയൽവാസികൾ ആവശ്യപ്പെടുന്നത്. 4 സെന്റ് മാത്രം സ്ഥലമുള്ള തങ്ങൾക്ക് അത് സാധ്യമല്ലെന്ന് കാണിച്ചാണ് പരാതി നൽകിയതെന്നും ഇവർ പറഞ്ഞു. സൈഡൽ വെൽഫെയർ കമ്മിറ്റിയിൽ പണിയാൻ പറ്റി ഹാജരാക്കാൻ പറഞ്ഞു. ഹാജരാക്കി അവിടെ നിന്ന് മൊഴി സാക്ഷ്യപ്പെടുത്തി പരാതി പോയതിന് ശേഷം 3 പോലീസുകാർ വീട്ടിൽ വന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പോയെന്നല്ലാതെ ആ കേസ് അങ്ങ് ഭയങ്കര പോയി. ഒന്നും അറിയില്ല. അങ്ങനെ കുട്ടിയെ ഒന്ന് പറഞ്ഞിട്ട് പോലും ഇല്ലാന്ന് ഈ പറയുന്ന പോലീസുകാരോട് സാക്ഷ്യപ്പെടുത്തിയിട്ട് CWC ആ കേസ് അങ്ങ് ഭയങ്കര പാക്കിയാൽ തന്നെ CWC എന്ത് ചെയ്യണം, കുട്ടിയെ ഇതിനെ അറിയിക്കണം. ചൈൽഡാണല്ലോ, ഇതൊന്നും അറിയിച്ചിട്ടില്ല. മരക്കടവ് വരദൂർ പാടശേഖരത്ത് കൃഷിയിടത്തിലിറങ്ങിയ പൊന്നാരംകുന്നേൽ തങ്കച്ചന് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ കൃഷിയിടത്തിലിറങ്ങിയപ്പോഴായിരുന്നു ആനയുടെ ആക്രമണം. ആനയെ കണ്ടതിനെ തുടർന്ന് ഭയന്നോടിയ തങ്കച്ചന് പുറകെ 500 മീറ്ററോളം ഓടിച്ച ശേഷമായിരുന്നു തുമ്പിക്കൈകൊണ്ട് ആന ആക്രമിച്ചത്. വീണുപോയ തങ്കച്ചൻ ആനയുടെ കാലിനടിയിൽ പെടുകയായിരുന്നു. തുടർന്ന് ആന കൊമ്പുകൊണ്ട് കുത്താൻ ശ്രമിച്ചെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. തങ്കച്ചന്റെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ ഒച്ചയിട്ടതോടെയാണ് ആന പിന്മാറിയത്. തങ്കച്ചനെ തട്ടിവീഴ്ത്തിയ സ്ഥലത്ത് ആന കൊമ്പുകൾ കൊണ്ട് കുത്തുമ്പോഴും ആനയുടെ അടിയിൽപ്പെട്ട് കിടന്ന തങ്കച്ചൻ രക്ഷപ്പെട്ടത് അത്ഭുതപ്പെടുത്തി. പരിക്കേറ്റ തങ്കച്ചനെ നാട്ടുകാർ പുൽപ്പള്ളി ആശുപത്രിയിലെത്തിച്ചു. കർണാടക വനത്തിൽ നിന്നും പതിവായി കൃഷിയിടത്തിലിറങ്ങുന്ന കൊമ്പനായിരുന്നു ആക്രമിച്ചത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ബത്തേരി ടൗണിലെ മലിനജലം ഒഴുക്കിക്കളയുന്നതിനായി ലക്ഷങ്ങൾ ചെലവഴിച്ച് മുനിസിപ്പാലിറ്റി നിർമ്മിക്കുന്ന സബ് ഡ്രൈനേജിന്റെ പാർശ്വഭിത്തി തകർന്നതിന് പിന്നിൽ വൻ അഴിമതിയാണെന്നും സംഭവത്തെക്കുറിച്ച് സമഗ്രാന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ കൗൺസിലർമാരായ PP അയ്യൂബ്, NM വിജയൻ എന്നിവർ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചെറിയ കാര്യങ്ങൾ പോലും പുകഴ്ത്തി പറയുന്ന ഭരണപക്ഷം മുനിസിപ്പാലിറ്റിയിലെ പാവങ്ങളുടെ ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്നും ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെച്ച തുക ചെലവഴിക്കാത്തതിനാൽ ഫണ്ട് ലാപ്സാകുന്ന അവസ്ഥയാണെന്നും കൗൺസിലർമാർ ആരോപിച്ചു. നമ്മുടെ മുനിസിപ്പാലിറ്റി ഒരു ചെറിയ കാര്യം, സാധാരണ ചെയ്യുന്ന കാര്യം ചെയ്താൽ പോലും അതൊക്കെ വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും നാട്ടിലും ഒക്കെ വലിയ പാട്ടാണ്. അതായത് കോഴിമുട്ടണം പോലെ ആനയുടെ പേര് വേറുണ്ട്. ഇത് കോഴിമുട്ട ചെറിയൊരു മുട്ടിട്ട് കഴിഞ്ഞാൽ ഒന്നായിട്ട് നോക്കി പറയുന്നത്. അതുപോലെ കൊട്ടി കോഴിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രൈനേജ് റിപ്പയർ 25 ലക്ഷം രൂപയാണ് ആ ഡ്രൈനേജ് റിപ്പയറിന് വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അത് നിർമ്മാണത്തിലിരിക്കെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അത് പൊളിഞ്ഞ് വീണ്. വ്യാപകമായിട്ടുള്ള അഴിമതി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിലെ മറ്റ് വർക്കുകളുടെയൊക്കെ കാര്യത്തിൽ സ്ഥിതി എന്താണെന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. അതുപോലെ അതിനെക്കുറിച്ചൊരു സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
ടാറിംഗ് പൂർത്തീകരിച്ച ചതലയം നെല്ലിപ്പറ്റ കേശവൻ ചെട്ടിയാർ റോഡിന്റെ ഉദ്ഘാടനം എംഎൽഎ ഐ സി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ബത്തേരി നഗരസഭാ ചെയർമാൻ സി കെ സഹദേവൻ അധ്യക്ഷനായിരുന്നു. കൌൺസിലർമാരായ കണ്ണിയന അഹമ്മദ് കുട്ടി, ഷറീന അബ്ദുള്ള, വി കെ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ മുടക്കിയാണ് റോഡ് ടാറിംഗ് നടത്തിയത്. ചീരാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചീരാൽ ടൗണിൽ ശുചീകരണ പ്രവൃത്തി നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാജൻ ഉദ്ഘാടനം ചെയ്തു. ബത്തേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം കെ രവീന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ വി ടി ബേബി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രസന്ന ശശീന്ദ്രൻ, കെ വി ശശി, കെ ടി ഹരീന്ദ്രൻ, വി ടി രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യാപാരികളുടെ സഹകരണത്തോടെ പകർച്ചവ്യാധികൾക്കെതിരെ പനമരം ടൗണും പരിസരവും ശുചീകരിച്ചു. പനമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി തോമസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ ടി ഇസ്മയിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യാപാരികൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ചുമട്ടുതൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കാളികളായി. ജില്ല കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട വയനാട് കാർഷിക പുരോഗമന സമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 4 രാവിലെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ കേരളത്തിലെ കാർഷിക പ്രശ്നങ്ങളും പരിഹാരമാർഗ്ഗങ്ങളും ഒരു വയനാടൻ കാഴ്ചപ്പാട് എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫാം കെയർ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സെമിനാർ ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കാർഷിക നയരൂപീകരണ സമിതി ചെയർമാൻ കെ കൃഷ്ണൻകുട്ടി എംഎൽഎ കൂടാതെ ജില്ലയിലെ 3 എംഎൽഎമാരും സെമിനാറിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വിപുലമായിട്ടുള്ള ഒരു സെമിനാർ ജൂലൈ 4 ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ കാർഷിക രംഗം അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ വരുന്ന ജൂലൈ മാസം 18 നമ്മുടെ സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് 160 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് ഹൈദരാബാദിൽ വെച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യോഗം നടത്തി. കേരള NGO അസോസിയേഷൻ ബത്തേരി ബ്രാഞ്ച് 37ാമത് വാർഷിക സമ്മേളനം അധ്യാപക ഭവനിൽ സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി NK ബെന്നി ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് KR രതീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ബി മോഹനചന്ദ്രൻ, MC വിൽസൺ, AV രാജഗോപാൽ, ഉമാശങ്കർ, KM മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു. മാനദണ്ഡവിരുദ്ധ സ്ഥലംമാറ്റ ഉത്തരവുകൾ റദ്ദു ചെയ്യുക, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉത്തരവുകളിലെ അപാകതകൾ പരിഹരിച്ചു നടപ്പാക്കുക, സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നെന്മേനി ഗ്രാമപഞ്ചായത്തും ഭാരതീയ ചികിത്സാ കേന്ദ്രവും കേരള വ്യാപാരി വ്യവസായി സമിതിയും സംയുക്തമായ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ പ്രതിരോധ മരുന്ന് വിതരണവും നടത്തി. ചീരാൽ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച പരിപാടി നെന്മേനി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചീരാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KV സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപർണ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സുനിൽ റാം, സജി PD എന്നിവർ സംസാരിച്ചു. രോഗപ്രതിരോധ ശേഷി കുറയുന്നത് തന്നെയാണ് പനി എന്നുള്ള, അതൊരു അസുഖമായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. പനി വരുന്നത് തന്നെ ഈ രോഗപ്രതിരോധ ശേഷി നമ്മുടെ കുറയുന്നതാണ്. അതിനുള്ള കാരണമാണ് ഈ ഋതു മാറുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിനോടുള്ള അഡ്ജസ്റ്റ്മെന്റ് പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ആ സമയത്ത് നമ്മൾ നമ്മുടെ ആഹാരം, ബാക്കി ആഹാരവിഹാരങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ പകർച്ചപ്പനിയുടെ വരവ് നമുക്ക്, രോഗപ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അമ്പലവയൽ ഗവൺമെന്റ് VHSSലെ വിദ്യാർത്ഥികൾക്കായി പൈതൃക നെൽവിത്തുകളുടെ കൈമാറ്റവും വയനാട്ടിലെ പരമ്പരാഗത നെൽകർഷകനായ പള്ളിയറ രാമനുമായി സംവാദവും സംഘടിപ്പിച്ചു. നെൽകൃഷിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന വയനാട്ടുകാരെ നെൽകൃഷിയിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് അന്യം നിന്ന് പോയതും അല്ലാത്തതുമായ 35ഓളം ഇനം നെൽവിത്തുകൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തത്. വിതരണം ചെയ്ത നെൽവിത്തുകൾ കൃഷി ചെയ്ത് ആത്മയടക്കമുള്ള ഏജൻസികൾക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. VHSS നാഷണൽ സർവീസ് സ്കീമും പരിസ്ഥിതി ക്ലബ്ബും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീതാ വിജയൻ നിർവഹിച്ചു. പള്ളിയറ രാമൻ, PTA പ്രസിഡന്റ് A രാജൻ, ജില്ലാ കൃഷി ഓഫീസർ സാജൻ തോമസ്, ആത്മ ഡയറക്ടർ ഡോക്ടർ ആശ, VHSS പ്രിൻസിപ്പൽ നാസർ, കൃഷി ഓഫീസർ ധന്യ എന്നിവർ സംസാരിച്ചു. നമുക്ക് ഈ വർഷം വയനാട് ജില്ലയ്ക്ക് ഏകദേശം 4 കോടിയോളം രൂപയുടെ നെൽ കൃഷി വികസന പദ്ധതികൾ നമ്മുടെ ജില്ലയിൽ നടപ്പാക്കുന്നുണ്ട്. ജില്ലയിലെ 26 കൃഷിഭവനുകൾ വഴി. വയനാട് ന്യൂസ്, അമ്പലവയൽ. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പുൽപ്പള്ളി പഞ്ചായത്തിലെ 2ാം വാർഡ് കമ്മിറ്റിയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം MD കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ജയന്തി രാജു അധ്യക്ഷയായിരുന്നു. VN ലക്ഷ്മണൻ, PT മത്തായി, ഗോപിക, സുമാമോനി, വിജി റോയി തുടങ്ങിയവർ സംസാരിച്ചു.
അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ബത്തേരിയിൽ ലഹരി വിരുദ്ധ സംഗമം നടത്തി. സ്വതന്ത്ര മൈതാനിയിൽ പരിപാടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. എം പുഷ്പ അധ്യക്ഷയായിരുന്നു. വി കെ സദാനന്ദൻ, ഇ ഇമാമുദ്ദീൻ, ദേവസ്യ പുറ്റനാൽ തുടങ്ങിയവർ സംസാരിച്ചു. BPL കാർഡിന്റെ എണ്ണം കുറയ്ക്കുന്നു, ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് റേഷൻ നിഷേധിക്കുന്നു. അതേസമയം നല്ല മദ്യം കൊടുത്ത് നാം സർക്കാരിനോടൊപ്പം മുന്നേറാൻ നാട്ടുകാരെ തയ്യാറാക്കുന്ന ഒരു മദ്യനയവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ നാട്ടില് ഇന്ന് ഈ വർത്തമാനകാല സാമൂഹ്യ സാഹചര്യം ഇത് നമ്മൾ കാണുന്നു. ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് സുൽത്താൻ ബത്തേരി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ദേവകി ഉദ്ഘാടനം ചെയ്തു. കൃപാലയ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസ് മരിയ നേതൃത്വം നൽകി. PN രാജൻ, MN സോമൻ, AC ഉണ്ണികൃഷ്ണൻ, ബിന്ദു കാക്കവേൽ, സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു. ബത്തേരി ഉപജില്ലയിൽ നിന്ന് രാജ്യ പുരസ്കാർ നേടിയ വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയത്തിനും A+ നേടിയവർക്ക് ഉപഹാരങ്ങൾ നൽകി. പുൽപ്പള്ളി ടൗണിൽ നടത്തിയ ലഹരി വിരുദ്ധ റാലിക്ക് KN ഷാജി, VN ജോയി, ബെറ്റി ജോൺ എന്നിവർ നേതൃത്വം നൽകി. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി പനമരം ലയൺസ് ക്ലബിന്റെ മെഡിക്കൽ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. ലയൺസ് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി യോഹന്നാൻ മറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. പനമരം പാങ്ക്രൂ ലയൺസ് പ്രസിഡന്റ് MC സെബാസ്റ്റ്യൻ, സെക്രട്ടറി ദാസൻ വാഴക്കണ്ടി, മഹല്ല് കമ്മിറ്റി സെക്രട്ടറി KC അബ്ദുള്ള ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വയനാട് ന്യൂസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/wayanadvision/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/wv വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. GST നാളെ നിലവിൽ വരും. പ്രഖ്യാപനം ഇന്ന് അർദ്ധരാത്രി. അസാധാരണ പാർലമെന്റ് സമ്മേളനത്തിൽ ചരിത്രപരമായ ചുവടുമാറ്റത്തിന് സാക്ഷിയാകാൻ പ്രതിപക്ഷമില്ല. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുക്കും. രാജ്യം ഇനി ഒറ്റ വിപണി. സഫലമാകുന്നത് 2.5 പതിറ്റാണ്ടു നീണ്ട സാമ്പത്തിക പരിഷ്കരണ യജ്ഞം. പാൻ കാർഡ്, ആധാർ ബന്ധിപ്പിക്കൽ കാലാവധി നാളെ തീരില്ല. കർണാടക 7324 മദ്യശാലകൾ പൂട്ടി. നടപടി സുപ്രീം കോടതി വിധിയിൽ. മംഗലാപുരം, ബംഗളൂരു, മൈസൂർ നഗരങ്ങളിൽ ഇനി ഹബ്ബുകളും ക്ലബ്ബുകളുമില്ല. മദ്യം വിളമ്പിയ സ്റ്റാർ ഹോട്ടലുകളും പൂട്ടി. മാനന്തവാടി നഗരസഭ CDS ചെയർപേഴ്സൺ മർദ്ദിച്ചതായി പരാതി. കുടുംബശ്രീ അംഗം ജില്ലാ ആശുപത്രിയിൽ. പിണറായി സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുകയാണെന്ന് IC ബാലകൃഷ്ണൻ MLA. തൊഴിലാളികളുടെ കൂലിക്കണക്ക് കേന്ദ്രത്തിന് നൽകിയില്ല. പാടിച്ചിറ വില്ലേജിലെ റീസർവേ അപാകത. CPIM-ഉം കോൺഗ്രസും രംഗത്ത്. ചെമ്പനോടയിലെ സാഹചര്യം ഇവിടെയുമെന്ന് നേതാക്കൾ. ബത്തേരി നഗരസഭയിൽ ഡ്രെയിനേജിന്റെ പാർശ്വഭിത്തി തകർന്ന സംഭവം. നിർമ്മാണത്തിൽ അഴിമതി. അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.